തസ്രീഫയുടെ ദാരുണ മരണത്തിന് ഉത്തരവാദി സ്കൂൾ അധികൃതരാണെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ച് ബഹളം വെച്ചത്. ക്ഷുഭിതരായ നാട്ടുകാരും വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് തള്ളിക്കയറിയത് ഏറെ നേരം സംഘർഷത്തിനിടയാക്കി. സ്കൂളിലെ 10ഓളം ബസ്സുകളും ഫർണിച്ചറുകളും നാട്ടുകാർ അടിച്ചു തകർത്തു. കെട്ടിടങ്ങൾക്കിടയിലെ ചെറിയ വഴിയിലൂടെയാണ് ബസ്സുകൾ കുട്ടികളെയും കൊണ്ട് സ്കൂളിലെത്തുന്നത്. ഇത് അപകടത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും സ്കൂൾ അധികൃതർ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. എങ്ങനെയാണ് ഇവിടെ ബസ് പോരാന്നുള്ള ഈ ബിൽഡിംഗ് ഉണ്ടാക്കി അന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ സ്കൂളിലെ സ്റ്റാഫായിരുന്നു. സ്റ്റാഫാണ് ഇപ്പോഴും സ്റ്റാഫ് തന്നെയാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് സസ്പെൻഷൻ. ഇത്തരം അഴിമതികൾ ചൂണ്ടിക്കാട്ടി കാരണത്താൽ ഇപ്പോൾ ഞാൻ 5 കൊല്ലമായിട്ട് സസ്പെൻഷനിലാണ്. ഇവിടെ ഈ ബിൽഡിംഗ് കൊള്ളാഞ്ഞിട്ട് ബസ്സുകൾ കൊള്ളാഞ്ഞിട്ട് അതിന് മൂലങ്ങട് ചെത്തിക്കാണ്. മൂലങ്ങട് ചെത്തിയിട്ട് കൊള്ളിക്കാണ്. എന്നിട്ടും വലിയ ബസ്സുകൾ 5 എണ്ണം ഇതിനുള്ളിൽ വന്നുകൊണ്ടിരുന്നതാണ്. ഈ 5 ബസ്സുകളും പിന്നെ പുറത്ത് സ്ഥലം വാങ്ങിയിട്ട് ഞാൻ സമരം ചെയ്ത് പറഞ്ഞ് പുറത്ത് സ്ഥലം വാങ്ങിയിട്ട് ഇപ്പൊ 5 ബസ്സുകൾ വലിയ ബസ്സുകൾ അങ്ങോട്ട് അവിടെ പുറത്ത് സ്ഥലം ഇടും. ബാക്കിയുള്ള ബസ്സുകൾ മുഴുവൻ കൊണ്ടിറങ്ങുക. ഓരോ ദിവസവും 24 പ്രസവമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു, കാരണം പ്രസവം നടക്കുന്ന മാതിരിയാണ് ബസ്സുകൾ കൊണ്ട് വന്നിരുന്നത്. ഞാൻ സ്ഥിരമായി മീറ്റിംഗിൽ ഒരിക്കൽ പറഞ്ഞല്ല, 2 പേര് പറഞ്ഞല്ല, പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ഇതുവരെ പറ്റൂല, ഇത് ചെയ്യാൻ പാടില്ലാത്താണ്. ഇത് ഒരു അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരു കുട്ടിയെങ്ങാനും ചതഞ്ഞറിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണാൻ ഒരു തല കുറയുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, ആ രക്ഷിതാക്കൾക്ക് പോകുന്ന ഒരു ജീവനാണ്, ഒരു ആയുസാണ്, ഒരു കാലഘട്ടമാണ് പോകുന്നത് എന്ന് ഞാൻ അന്ന് പറഞ്ഞതാ. വളാഞ്ചേരി സി എം സിദ്ദീഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. അതിന്റെ അടിക്കൂടെ എങ്ങനെ ബസ് പോരല്? Vamos,